പരിഭവം മറന്ന ശശി തരൂർ കെപിസിസി ആസ്ഥാനത്തെത്തി. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് തരൂർ പാർട്ടിയിൽ സജീവമാകാൻ തീരുമാനിച്ചത്. പാർട്ടി വിടുന്നു എന്ന് മാധ്യമങ്ങളാണ് പറയുന്നതെന്ന് ശശി തരൂർ പറഞ്ഞു. കോൺഗ്രസിന്റെ അനുനയ നീക്കം പൊളിയുമെന്നും തരൂർ പാർട്ടി വിടുമെന്നും മന്ത്രി വി ശിവൻകുട്ടി മീഡിയ വണിനോട് പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ശശി തരൂരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അനുനയ നീക്കം വിജയിച്ചതോടെ ഇന്ന് കെപിസിസി ആസ്ഥാനത്ത് നടന്ന മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിന പരിപാടിയിൽ ശശി തരൂർ പങ്കെടുത്തു. പ്രധാന നേതാക്കളെല്ലാം ചേർന്നാണ് തരൂരിനെ സ്വീകരിച്ചത്. താൻ എവിടെയും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ശശി തരൂർ പറഞ്ഞു. ചിലപ്പോൾ ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്രീയ കാര്യങ്ങളിൽ എനിക്ക് രാഷ്ട്രീയം പറയാനുള്ള ആഗ്രഹം, രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കാനുള്ള ആഗ്രഹം. ഞാൻ എവിടേക്കും പോകില്ല, ഞാൻ കോൺഗ്രസ് തന്നെയാണ്. തരൂർ കോൺഗ്രസിന്റെ അഭിമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അഭിപ്രായപ്പെട്ടു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മുഖം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളുണ്ടാവും. എന്നാൽ ശശി തരൂർ കോൺഗ്രസ് വിടുമെന്ന് പറയുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. ശശി തരൂർ ആ സമ്മർദ്ദത്തിന് വഴങ്ങിപ്പോയി. പക്ഷേ ശശി തരൂരിൻ്റെ മനസ്സ് മാറിയിട്ടില്ല എന്നുള്ള വിവരം ശശി തരൂരിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം. ശശി തരൂരിന് CPM വരാൻ തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹം അത് പ്രഖ്യാപിച്ചാൽ അതിനൊരു നടപടിക്രമമുണ്ട്. പരിഭവമെല്ലാം മാറിയതോടെ ശശി തരൂർ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാവുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിശ്വാസം. മീഡിയ 1 തിരുവനന്തപുരം.